Okay, A and B are partners sharing profit and losses in the ratio of 3:2. They admit C as a new partner. ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ A surrendered 1/3 of his share. നേരത്തെ പറഞ്ഞതിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് ഡിഫറെന്റ് ആണ്. ഓക്കെ, B surrendered 2/3 of his share in favor of C. നോക്കിയേക്കണേ, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. 3:2 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദേ ആർ ഗോയിങ് ടു അഡ്മിറ്റ് സി ഇൻ ടു ദി ഫേം. രണ്ടു പേർക്കും വേണ്ടി എന്ത് ചെയ്യാണ്? അപ്പം 3:2 എന്ത് ചെയ്യുന്നത്? അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചെയ്യുന്നത്. ദെൻ സീനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഫേമിലേക്ക്. നോക്കിയേ, എ സറണ്ടേർഡ്, അദ്ദേഹം 1/3 കൊടുത്തു എന്നല്ല പറയുന്നത്. എന്താ കൊടുത്തത്? അദ്ദേഹത്തിന്റെ ഷെയർ ഉണ്ട്. മീൻസ് എയുടെ ഷെയറിന്റെ 1/3 അല്ലെ, 1/3 ഓഫ് ഹിസ് ഷെയർ, അങ്ങനെ പറഞ്ഞു അല്ലെ, ഓഫ് ഹിസ് ഷെയർ. ബി സറണ്ടർഡോ എത്രയാ? 2/3 ഓഫ് ഹിസ് ഷെയർ. ഓക്കെ, ഇൻ ഫേവർ ഓഫ് സി. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ. സിക്ക് എത്ര ഷെയർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കണ്ടുപിടിക്കണം എ എത്ര കൊടുക്കുന്നു, ബി എത്ര കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ ചെയ്യാൻ പോവാണ്. എ സറണ്ടേർഡ് ഇൻ ഫേവർ ഓഫ് ഹിസ് ഷെയർ. ഓക്കെ, നോക്കിയാ എ സറണ്ടർ ചെയ്ത് എത്രയാ? നമ്മൾ എ സറണ്ടേർഡ് വാല്യൂ. ഓക്കെ, എ സറണ്ടേർഡ് എത്രയാ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഷെയർ എത്രയാ? 3/5. അതിന്റെ എത്രയാ കൊടുത്തത്? 1/3 അല്ലെ. 1/3 ഓഫ് 3/5. 3/5ന്റെ 1/3 ആണ് എന്ത് ചെയ്ത് കൊടുത്തത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ നേരിട്ട് ഗുണിച്ചാൽ മതി അല്ലെ. 3/5 into 1/3 is equal to 3/15. മീൻസ് 3/15 എ ആർക്ക് കൊടുത്തിട്ടുണ്ട്? സിക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 3/5 ആർക്ക് കൊടുത്തിട്ടുണ്ട്? സിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്റെ ന്യൂ ഷെയർ അറിയണമെങ്കിൽ എയുടെ ഓൾഡ് ഷെയർ എന്ന് എന്ത് ചെയ്താൽ മതി? കൊടുത്തത് കുറച്ചാൽ പോരെ. ഓക്കെ, അതുകൊണ്ട് എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ എത്രയാ? 3/5 മൈനസ് ഇപ്പൊ കൊടുത്ത എത്രയാ? 3/15 ഈസ് ഈക്വൽ ടു 15. ബേസ് 15 എടുത്തു. ദെൻ ഇൻറ്റു 3 ആണ് പോയതല്ലേ 15. അപ്പൊ 9 മൈനസ് 3 ഈസ് ഈക്വൽ ടു 6/15. അപ്പം എന്റെ ന്യൂ ഷെയർ എത്രയാ? 6/15 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഞാനിത് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇതൊക്കെയാണല്ലോ, ഇത് കിട്ടിയത് ഓക്കെയാണല്ലോ, ദെൻ ഇത് കിട്ടിയത് ഓക്കെയാണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ബിന്റെ ഓക്കെ, ബി സറണ്ടർ ചെയ്ത് എത്രയാണ്? ബി സറണ്ടേർഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ബിയുടെ ഷെയറിന്റെ 2/3 ആണ് അല്ലെ. ബിയുടെ ഷെയർ എത്രയാ? നിങ്ങൾ പറഞ്ഞേ, ബിയുടെ ഷെയർ എത്രയാ? 2/5. അതിന്റെ എത്ര കൊടുത്തിട്ടുണ്ട്? 2/3 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈസ് ഈക്വൽ ടു 4/15. എത്ര കൊടുത്തത്? 4/15 ആണ് കൊടുത്തത്. ആര് കൊടുത്തത്? ബി കൊടുത്തത്. ബിയുടെ ഷെയറിൽ നിന്ന് 4/15 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിയുടെ ന്യൂ ഷെയർ കണ്ടൂടെ? ബീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ബിയുടെ ഓൾഡ് ഷെയർ എത്രയാ? 2/5 ആണ്. ബി ഇപ്പൊ വിട്ടുകൊടുത്ത എത്രയാ? 4/15 ആണ് അല്ലെ. മൈനസ് 4/15 ഈസ് ഈക്വൽ ടു 15 ബേസ് ആക്കി എടുത്തു. അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എത്ര വരും? 6 മൈനസ് 4 ഈസ് ഈക്വൽ ടു 2/15. ക്ലിയർ? അപ്പം നമുക്ക് ന്യൂ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എത്രയാ? എന്റെ ന്യൂ റേഷ്യോ എത്രയാ? എന്റെ എത്രയാ? 6/15 ആണ്. 6/15 ആണ്. ബിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? ബീസ് ന്യൂ ഷെയർ 2/15 ആണ് അല്ലെ. 2/15 ആണ്. ദെൻ സിന്റെ ഷെയർ കണ്ടുപിടിക്കണ്ടേ? സിന്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? എ വിട്ടുകൊടുത്തതും ബി വിട്ടുകൊടുത്തു അല്ലെ. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ സിസ് ഷെയർ ഈസ് ഈക്വൽ ടു 3/15 പ്ലസ് 4/15 ഈസ് ഈക്വൽ ടു എത്രയാ? 7/15. സോ സിന്റെ ഷെയർ എത്രയാ? 7/15.
15. Therefore, new ratio among these partners is equal to 6:2:7. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യാൻ അറിയാം. ക്ലിയർ ആണോ?